ഹരി ഓം ശ്രീമന്നാരായണീയം. ദശകം 7 ശ്ലോകം 8. കാളാംബോധകളായ കോമള രുചിചക്രേണ ചക്രം ദിശാമാവൃണ്വാന മുദാരമന്ദഹസിതസ്യന്ത പ്രസന്നാനനം രാജൻ കമ്പുഗദാരി പങ്കജധര ശ്രീമദ്ഭുജാമണ്ഡലം സ്രഷ്ടും തുഷ്ടികരം വപുസ്തവ വിഭൂ മദ്രോഗമുദ്വാസയേൻ. ശ്രീഹരേ നമ. കാളാംബോധകളായ കോമള രുചിചക്രേണ, അല്ലയോ സർവശക്തനായ ഭഗവാനെ, കാർമേഘം പോലെയും കായാമ്പൂ പോലെയും കോമളമായ കാന്തിപ്പടലം കൊണ്ട് ദിശാം ചക്രം ആവൃണ്വാനാം ദിക്കുകളെല്ലാം മൂടുന്നതും ഉദാരമന്ദഹസിത സ്യന്ത പ്രസന്നാനനം സുന്ദരമായ അവിടുത്തെ മന്ദഹാസം പൊഴിയുന്ന തെളിഞ്ഞ മുഖത്തോടു കൂടിയതും രാജൻ കമ്പുഗദാരി പങ്കജധര വിളങ്ങുന്ന ശംഖചക്രഗദാപത്മങ്ങൾ ധരിച്ച ശ്രീമദ് ഭുജാമണ്ഡലം 4 തൃക്കൈകളുള്ളതും സൃഷ്ടു തുഷ്ടികരം ബ്രഹ്മാവിന് സന്തോഷം നൽകുന്നതുമായ തവ വപു മദ് രോഗം നിന്ദ്രിവടിയുടെ തിരുടൽ എൻ്റെ ഉദ്വാസയേത്, ഈ രോഗത്തെ ദൂരീകരിക്കണമേ. ഭഗവാനെ, അവിടുന്ന് എന്നെ രോഗവിമുക്തനാക്കിയെങ്കിൽ മാത്രമേ അവിടുത്തെ പാദാംബുജം ഒന്ന് സേവിക്കാനുള്ളൊരു ശക്തി എനിക്കുണ്ടാകുകയുള്ളൂ. അവിടുന്ന് ഒന്ന് വിചാരിച്ചാൽ മതി, എൻ്റെ രോഗങ്ങളെല്ലാം മാറും. കാർമേഘവും കായാമ്പൂ എന്നിവ പോലെ കോമളമായ കോശവലയത്താൽ 4 ദിക്കുകളെയും ആവരണം ചെയ്യുന്നതും കാരുണ്യപൂർണമായ മന്ദഹാസധാരയാൽ പ്രസന്നമായ മുഖത്തോടു കൂടിയതും വിരാജമാനങ്ങളായ ശംഖ ഗദ ചക്രം പങ്കജ എന്നിവ ഏന്തുന്ന ഐശ്വര്യസമ്പൂർണങ്ങളായ ഭുജങ്ങളോട് കൂടിയതും ബ്രഹ്മദേവന് സന്തുഷ്ടി ഉണ്ടാക്കിയതുമായ അങ്ങയുടെ പരിശുദ്ധമൂർത്തി, അല്ലയോ ഭഗവാനെ, നിശ്ചയമായും എൻ്റെ രോഗങ്ങളെ അകറ്റിക്കളയും. അവിടുത്തെ ഞാൻ സേവിക്കുകയാണ്, അവിടുത്തെ ആരാധിക്കുകയാണ്. തീർച്ചയായിട്ടും അവിടുന്ന് അപ്പോൾ എൻ്റെ ഈ രോഗത്തെ എല്ലാം മാറ്റി തിരുനാമം ഉച്ചരിക്കാനുള്ള ശക്തി തരും. വീണ്ടും വീണ്ടും അവിടുത്തോട് അതിനായിട്ട് ഭക്തി തന്ന് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സർവം ശ്രീകൃഷ്ണ അർപ്പണമസ്തു. ഹരിയോ.